It is always said that when a woman stands up for herself, you are standing for the whole community of women. So when we are standing as women for ourselves today, here we are standing for the country. We are standing for the great values of democracy, pluralism, independence, freedom from fear, our freedom, our right to assert our identities unapologetically, divide off all the restrictions by any kind of regimes that in power, any kind of suppression. We are raising a voice against that. So thank you for giving us an opportunity where we live in an era where politics is just reduced to party politics. But this is a space where politics is beyond political parties. And thank you for giving us an opportunity, because sometimes I wonder why politics becomes a barrier. Parties become barriers for people to come together for common causes. It should not be there, and there should be a space. And we should not be limited, or we should not be defined by the identities that the party affiliations that we have. This is for you. I think we are all standing up here as Indians. So we are not being demarcated as left, as Congress, as theatre workers, as Dalit activists. No, we are all humans and Indians here who have come together. So the first thing I want to start this conversation is on the basis of the fact that we are all here as Indians. We are all here as human beings. So with your permission, I will switch over to Malayalam. Yes, thank you. രാജ്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ അയോധ്യയിലെ ആ ചടങ്ങ് ടി വിയിൽ കണ്ട ശേഷം കുറേ ദിവസം ഉണ്ടായ അസ്വസ്ഥത ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. സംസാരിക്കുമ്പോഴും അസ്വസ്ഥതയുണ്ട്, ആലോചിക്കുമ്പോഴും ആ അസ്വസ്ഥതയുണ്ട്. ഇനി ഒരു തിരിച്ചുപോക്ക് സാധ്യമാണോ എന്ന ചോദ്യം മനസ്സിൽ വല്ലാണ്ടുണ്ട്. എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? ഏത് വഴിയിലൂടെയാണ്? തിരിച്ചു പോകേണ്ടതാണോ മുൻപോട്ട് പോകേണ്ടതാണോ? ആ ചോദ്യമുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്? ഏതാണ് വഴി? വഴിയിൽ ആരൊക്കെ ഒരുമിച്ചുണ്ടാവണം എന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത്. എനിക്കറിയില്ല കൃത്യമായ ഉത്തരങ്ങൾ എത്ര പേരുടെ മനസ്സിലുണ്ടെന്ന്. കൃത്യമായ ഉത്തരങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ടോ? അതിനു വേണ്ട ചർച്ചകൾ നടക്കുന്നുണ്ടോ? അതിനു വേണ്ട സംഭാഷണങ്ങൾ നടക്കുന്നുണ്ടോ? അതിനു വേണ്ട ബൗദ്ധികമായ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നൊക്കെ വലിയ സംശയമുണ്ട്. ശബ്നം ഇവിടെ പറഞ്ഞതുപോലെ നമ്മൾ ഫാഷിസ്റ്റ് ഫോഴ്സസിനെ, ശക്തികളെ നമ്മൾ പരാജയപ്പെടുത്തണം എന്നുദ്ദേശിക്കുമ്പോൾ കുറേ ആലോചനയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് അതൊരു തെരഞ്ഞെടുപ്പ് രംഗത്തുകൂടെ മാത്രം നമുക്ക് സാധ്യമാകുന്ന ഒന്നാണോ എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഒരു ബഹുമുഖ പദ്ധതിയായിട്ടല്ലേ അവർ വളർത്തിക്കൊണ്ടുവരുന്നത്. അതിൽ ചരിത്രത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്, സാധാരണ മനുഷ്യരുടെ മതവികാരത്തെ ചൂഷണം ചെയ്യുന്നുണ്ട്. ആഗോളവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്ത് മനുഷ്യർക്ക് ഓരോരുത്തർക്കും അവരവരുടെ അസ്തിത്വത്തിലേക്ക്, സ്വത്വബോധത്തിലേക്ക് തിരിഞ്ഞു വരാനുള്ള, സ്വത്വബോധത്തെ ചേർത്ത് നിർത്താനുള്ള ഒരു ചിന്ത വരുമ്പോൾ അവരവരുടെ പാരമ്പര്യത്തിലേക്ക്, മതത്തിലേക്ക് ഒക്കെ തിരിച്ചു പോകാനുള്ള, അവരുടെ വേരുകളിലേക്ക് തിരിച്ചു പോകാനുള്ള ഒരു സമൂഹത്തിൻ്റെ ചിന്തയെ അവർ ചൂഷണം ചെയ്യുന്നുണ്ട്. പാരമ്പര്യത്തിലേക്ക് തിരിച്ചു പോകുമ്പം ആ പാരമ്പര്യത്തിൻ്റെ കൂടെ ജാതിയുണ്ട്, മതമുണ്ട്, അന്ധവിശ്വാസങ്ങളുണ്ട്, അനാചാരങ്ങളുണ്ട്, പാട്രിയാർക്കിയുണ്ട്. ഇതിലേക്ക് തിരിഞ്ഞു പോകുന്ന ഒരു പുതിയ തലമുറയുടെ ചിന്താഗതി അവർ ചൂഷണം ചെയ്യേണ്ടത്. ഞാൻ സംസാരിക്കുന്ന പല ചെറുപ്പക്കാരും അവരുടെ വസ്ത്രവിധാനത്തിൽ വളരെയധികം ആധുനികത പുലർത്തുന്നവരാണ്. പല ജെൻഡറുകളിലുള്ള ബന്ധങ്ങളിൽ അവർ വളരെയധികം ആധുനിക ചിന്താഗതി പുലർത്തുന്നവരാണ്. പക്ഷെ വിവാഹം വരുമ്പോൾ അവർ ജാതിക്കപ്പുറത്തേക്ക് ചിന്തിക്കാൻ മടിക്കുകയാണ്. ആഡംബരമില്ലാത്ത കല്യാണങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ മടിയാണ്. ക്ലാസ് ഡിഫറൻസ്, വർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി മനുഷ്യരിലേക്ക് പോകാൻ മടിയാണ്. അപ്പോൾ ഇവരിലെ ആധുനികത എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ പലപ്പോഴും ഉത്തരവില്ല. അത് ആഗോളവൽക്കരിക്കപ്പെടുന്ന ഒരു ലോകത്തിൻ്റെ സ്വഭാവമാണ്. എനിക്കറിയില്ല ഞാൻ മനസ്സിലാക്കുന്നത് പൂർണ്ണമായി ശരിയാണോ എന്ന്. പക്ഷേ
ഇന്നത്തെ ആധുനികതയിൽ എവിടെയോ ഒരു പാരമ്പര്യത്തിൻ്റെ പൊടി കൂടെ ചേർന്നിട്ടുള്ളതാണ് ആധുനികത. ഇന്നത്തെ ഒരു കസ്റ്റമൈസ്ഡ് ആധുനികത. നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യയും മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു കാലം നിൽക്കുന്നത് പണ്ടത്തെ ഇന്ത്യയിലാണ്. ഇങ്ങനെ ഒരു നറേറ്റീവ്, ഇങ്ങനെ ഒരു ആഖ്യാനം വളരെ വളരെ സമർത്ഥമായി ആസൂത്രിതമായി നമ്മുടെ സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇന്ന് അധികാരത്തിലിരിക്കുന്ന ഒരു ആശയ സംഹിതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഈ ആശയ സംഹിതയിൽ ഏറ്റവും അധികം ആകൃഷ്ടരാകാൻ സാധ്യതയുള്ളത്, ഞാൻ മനസ്സിലാക്കിയിടത്തോളം, പാരമ്പര്യവും ആധുനികതയും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ തീർത്തും വൈരുദ്ധ്യാത്മകമായി ഒരുമിച്ച് ചേർത്ത് നിർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു പുതിയ തലമുറ ഇതിൽ ആകൃഷ്ടരാകാൻ വലിയ സാധ്യതയുണ്ട്. ആ തലമുറയുടെ സ്വഭാവത്തെ, ആ തലമുറയുടെ സാംസ്കാരിക രാഷ്ട്രീയ ബോധത്തെ, അവരുടെ സാങ്കേതിക വിദ്യ അവരുടെ നിലനിൽപ്പിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ മാറ്റങ്ങളെയും ഉപയോഗിക്കാൻ ഈ ആശയ സംഹിതയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിലുള്ള വെല്ലുവിളി വളരെ വലുതാണ്. എങ്ങനെയാണ് ഇതിനെ എതിർക്കുക? സ്ത്രീകൾ എതിർക്കണമെന്ന് പറയുമ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം, ഇപ്പം ഇവിടെയുള്ള ഒരുപാട് പേര്, നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഞാൻ ജാതിയിലും മതത്തിലും വിശ്വാസം പുലർത്തുന്ന ആചരിക്കുന്ന ഒരാളല്ല. ഇവിടെ ഇരിക്കുന്ന ഒരുപാട് പേര് അങ്ങനെയാവാം. പക്ഷേ നമുക്കൊക്കെ അത് പറ്റുന്നത്, നമുക്കൊരു സാമൂഹിക മൂലധനമുണ്ട്, രാഷ്ട്രീയ മൂലധനമുണ്ട്, വിദ്യാഭ്യാസവും തൊഴിലും ഒക്കെ തരുന്ന പലവിധ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലാത്ത സാധാരണ സ്ത്രീകൾക്ക് പാട്രിയാർക്കലായ വിവാഹത്തിലും കുടുംബത്തിലും സാമൂഹ്യ സ്ഥിതിയിലും സ്വന്തം അവകാശങ്ങൾ എല്ലായ്പ്പോഴും നിഷേധിക്കപ്പെട്ട് സ്വന്തം ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് ഉത്തരം നൽകാൻ സമൂഹത്തിനും ഭരണകൂടത്തിനും ഒന്നും പ്രാപ്തിയില്ലാതെ വരുമ്പോൾ എല്ലാറ്റിനും ഉത്തരമായി മതങ്ങളെ ആശ്രയിക്കുന്ന, വിശ്വാസത്തെ ആശ്രയിക്കുന്ന സ്ത്രീകളെ എങ്ങനെയാണ് അവരുടെ മതവിശ്വാസത്തെ വർഗീയതയാക്കി ഒരാശയ സംഹിത ചൂഷണം ചെയ്യുമ്പോൾ മതവിശ്വാസികളായ സ്ത്രീകളെ എങ്ങനെ വർഗീയതയിലേക്ക് പോവാതെ നമ്മൾ പിടിച്ചു നിർത്തും? ഞാൻ പറയുന്നതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഇത് നമ്മുടെ മുമ്പിലെ വലിയൊരു ചോദ്യമല്ലേ? ഞങ്ങളുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ, എനിക്ക് പലരെ അറിയാം, അവർ പോയി പ്രാർത്ഥിക്കാൻ ക്ഷേത്രങ്ങളിൽ പോകുന്നത് ജോലി കിട്ടണം, അസുഖം മാറണം, ഇങ്ങനത്തെ വളരെ ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. അവിടെയാണ് സംഘപരിവാർ പിടിമുറുക്കുന്നത്. അവരെ ഗീതാ ക്ലാസ്സിന് കൊണ്ടുപോകുന്നു, അവരെ ഭാഗവത ക്ലാസ്സിന് കൊണ്ടുപോകുന്നു, അവരുടെ ഇടയിൽ ഒരു സോളിഡാരിറ്റി ഉണ്ടാക്കിയെടുക്കുന്നു. അതിനകത്തുകൂടിയാണ് സംഘപരിവാറിൻ്റെ ആശയധാര അവരിലേക്ക് പോകുന്നത്. ഇതിനെ നമ്മൾ എങ്ങനെ ചെറുക്കും? ഈ ആഗോളവൽക്കരിക്കപ്പെടുന്ന കാലത്ത് ഏറ്റവും കൂടുതൽ ആളുകളെ അമ്പലങ്ങളിലും ക്ഷേത്രങ്ങളിലും പള്ളികളിലും മോസ്കുകളിലും പെരുന്നാളിനും ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും മതത്തിലേക്ക് തിരിച്ചു പോകുന്ന ഒരു കാലഘട്ടമാണ്. അത് നമുക്ക് തടയാൻ പറ്റില്ല. പക്ഷേ ഈ മതവിശ്വാസത്തെ വർഗീയതയാവുന്നതിൽ നിന്ന്, അപരമതങ്ങളെ അന്യവൽക്കരിക്കുന്നതിൽ നിന്ന്, ന്യൂനപക്ഷങ്ങളോടുള്ള വിദ്വേഷമായി മാറുന്നതിൽ നിന്ന് എങ്ങനെ തടയും എന്നുള്ളത് സ്ത്രീകളുടെ മുമ്പിലെ ഒരു വലിയ ചോദ്യമാണ്. നമ്മളതിന് എന്ത് ചെയ്യും? നമ്മൾ ഓരോരുത്തരും ഉത്തരം കണ്ടുപിടിക്കേണ്ടതുണ്ടെന്നുള്ള ഒരു വലിയ ഒരു വലിയ വെല്ലുവിളി നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് എന്നോട് യോജിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വിയോജിപ്പുണ്ടെങ്കിൽ തീർച്ചയായും പറയാം. പുതിയ കുട്ടികൾ, ഏറ്റവും വലിയ വിഷമം, കുട്ടികൾ അവരുടെ ആധുനികത ഉപരിപ്ലവമായ ഒരു ആധുനികതയായിട്ട്, നമ്മളുടെ കാലത്തിൻ്റെ ഒരു പ്രത്യേകത, ഇവിടെ ഒരേ സമയം ഏൻഷ്യൻ്റ് ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കുമ്പം 5Gയും പറയുന്നുണ്ട് അപ്പുറത്ത്. ഒരു ഡെഡ്ലി കോക്ടെയിലോ ഡെഡ്ലി കോമ്പിനേഷൻ എന്ന് പറയാം. ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യ പറഞ്ഞ് 2047 ഭാരതത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും പറയുകയും അതേസമയം ഏറ്റവും പിന്തിരിപ്പനായ ആശയധാരയും കൂടി, ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധത്തിലുള്ള വളരെയധികം വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ഒരു കോമ്പിനേഷനാണ് ഈ ആശയധാര ഇപ്പോൾ നിൽക്കുന്ന ഭരണകൂടം. അതവർ സാംസ്കാരിക ലോകത്ത് നടപ്പാക്കുന്നു. ദർ ഇസ് എ വെരി സ്ട്രോങ് റൈറ്റ് വിങ് ഇൻ്റലിജൻഷ്യ. ഞാൻ ഈയിടെ ഞെട്ടിപ്പോയി. ഫെമിനിസത്തെക്കുറിച്ച്, കംപ്ലീറ്റ് ഫെമിനിസത്തിലെ ലിബറൽ വെസ്റ്റേൺ നറേറ്റീവ്സിനെ എല്ലാം ചോദ്യം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഈ പറയുന്ന ഏൻഷ്യൻ്റ് ഇന്ത്യയിൽ നിന്ന് പറയുന്നതാണ് ഫെമിനിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രസംഗം കേട്ടു. എല്ലാത്തിനും പിറകോട്ട് പോയുള്ള നറേറ്റീവ്സ് അവരുണ്ടാക്കി എടുക്കുക. നമ്മൾ ഇതിനെ എങ്ങനെ
എനിക്ക് ശരിക്കും ആലോചിക്കുമ്പോൾ വല്ലാത്ത ആശങ്ക. നമ്മൾ എങ്ങനെയാണ് കൗണ്ടർ ചെയ്യുന്നത്? ഇലക്ഷൻ ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വഴി ഇലക്ഷനാണ്. ഈ തെരഞ്ഞെടുപ്പിൽ എനിക്ക് തോന്നുന്നു നമുക്ക് കേരളത്തെ വിശ്വസിക്കാം. പക്ഷേ ഇലക്ഷൻ മാത്രം മതിയോ? പോരാ. When we were starting in the beginning, like I was sharing my thoughts with her, that it should be a long-term strategy. We should go deeper into the society and counter where they are transforming this religiosity that has become so inevitable in the modern era to a communal attitude, especially among the youngsters. അത് നമ്മൾ വളരെ ദീർഘകാലത്തിൽ ഏറ്റെടുക്കേണ്ട ഒരു പ്രോജക്റ്റാണ്. അതുപോലെ ഇപ്പോൾ മനസ്സിലാവുന്നത്, നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ സംസാരിക്കേണ്ടത് ഐഡിയോളജിക്ക് വേണ്ടിയാവണം. ശരിക്കും ഏത് രാഷ്ട്രീയ പാർട്ടിയുടെയും പാർട്ടി പൊളിറ്റിക്സിലും ജെൻഡർ പൊളിറ്റിക്സ് അത്യന്താപേക്ഷിതമാണ്. മനസ്സിലാക്കുന്ന മറ്റൊന്ന്, ഫാഷിസ്റ്റ് ഫോഴ്സസിനെ എതിർക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ, നമ്മൾ സ്വേച്ഛാധിപത്യത്തെ എതിർക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എത്ര സ്വേച്ഛാധിപത്യമുണ്ട്? നമ്മുടെ പാർട്ടികളിൽ സ്വേച്ഛാധിപത്യമുണ്ടോ? നമ്മുടെ സംഘടനകളിൽ സ്വേച്ഛാധിപത്യമുണ്ടോ? അനുസരിക്കുന്നവരെ മാത്രം മതിയോ? സ്ത്രീകളുടെ കാര്യം പറയുമ്പോൾ സ്ത്രീകളിലെ ബഹുസ്വരത നമ്മൾ എത്രമാത്രം അംഗീകരിക്കുന്നു? ബഹുസ്വരതയുടെ രാഷ്ട്രീയത്തെ പറ്റി നമ്മൾ എത്രമാത്രം സംസാരിക്കുന്നു? ബഹുസ്വരത എന്ന് പറയുമ്പോൾ, ഇന്നും ഞാനൊരു സിംഗിൾ പേരൻ്റാണ്, ഇപ്പോഴും സിംഗിൾ പേരൻ്റ് ആണെന്നൊരു പൊതുവേദിയിൽ പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. സ്ത്രീകളിലെ വൈവിധ്യങ്ങളെ നമ്മൾ എത്രമാത്രം ഉൾക്കൊള്ളുന്നുണ്ട്? വിവാഹം കഴിക്കാത്ത സ്ത്രീയെ, അമ്മയാവാൻ താല്പര്യമില്ലാത്ത സ്ത്രീയെ, ഒരു ലെസ്ബിയൻ ആയിട്ടുള്ള സ്ത്രീയെ, ട്രാൻസ് വിമനെ എങ്ങനെ നമ്മൾ കാണുന്നു? സ്ത്രീകളുടെ ഇടയിൽ വൈവിധ്യങ്ങൾ. സ്ത്രീ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ പൊളിറ്റിക്സിലും നമ്മുടെ നറേറ്റീവിലും ഒരു കോമൺ ഫ്രെയിം വർക്ക് സ്ത്രീക്ക് ഉണ്ടായിട്ടുണ്ട്. എല്ലാ സ്ത്രീകളുടെയും ആവശ്യങ്ങൾ ഒരുപോലെയാണ്, എല്ലാ സ്ത്രീകളുടെയും ചുറ്റുപാടുകൾ ഒരുപോലെയാണ് എന്ന രീതിയിലാണ് നമ്മൾ സ്ത്രീകളെ കാണുന്നത്. വി ആർ നോട്ട് അക്സെപ്റ്റിംഗ്, വി ആർ നോട്ട് ഈവൻ റെക്കഗ്നൈസിങ് ദ ഡൈവേഴ്സിറ്റി എമംഗ് വിമൻ. എല്ലാ സ്ത്രീകളും ഒരുപോലെയില്ല. സ്ത്രീകൾക്കിടയിലെ ഇൻ്റർസെക്ഷനാലിറ്റി, ജാതിയുടെയും മതത്തിൻ്റെയും അവരുടെ സാമ്പത്തിക സാഹചര്യത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഒക്കെ പേരിൽ സ്ത്രീകളുടെ ഇടയിൽ ഉണ്ടാകുന്ന വൈവിധ്യങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അത് നമ്മുടെ രാഷ്ട്രീയ ആഖ്യാനങ്ങളുടെ ഭാഗമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കണം. ദാറ്റ് ഈസ് എ മസ്റ്റ്. നമ്മൾ കൃത്യമായ സ്റ്റീരിയോ ടൈപ്പുകളിൽ, ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ ഫാഷിസത്തിനെതിരെയും പുരുഷ കേന്ദ്രീകൃതമായ ഒരു RSS ഐഡിയോളജിക്കെതിരെയും ഒരു ബ്രാഹ്മണിക്കൽ ഐഡിയോളജിക്ക്, ആധിപത്യത്തിനും അധീശത്വത്തിനും മുൻഗണന നൽകുന്ന ഒരു ഐഡിയോളജിക്ക് പ്രാധാന്യം നൽകുന്ന ഒരു ആശയ വ്യവസ്ഥിതിക്കെതിരെ സംസാരിക്കുമ്പോഴും അത് സംസാരം മാത്രം പോരാ. നമ്മൾ നിൽക്കുന്ന സ്പേസിൽ ഈ രാഷ്ട്രീയം ഉണ്ടാവണം. ഏറ്റവും ആഴത്തിൽ വിശ്വസിക്കുന്നത് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ ജനാധിപത്യം, ജനായത്തം ഉണ്ടാവണം. നമ്മുടെ സംഘടനകളിൽ ജനായത്തം ഉണ്ടാവണം. ഏറ്റവും കൂടുതൽ മതേതരത്വം ഉണ്ടാവേണ്ടത് നമ്മുടെ വീടുകളിലാണ്. ഇതെല്ലാം മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് കല്യാണം ആലോചിക്കുമ്പോൾ, അറേഞ്ച് മാരേജ് ആലോചിക്കുമ്പോൾ ജാതി നോക്കി, വീട്ടിലെ പൈസ നോക്കി, എന്നിട്ട് അറിയാതെ പോലും നമ്മുടെ കുഞ്ഞുങ്ങളോട്, അടുത്ത തലമുറയോട് നമ്മൾ പറയും ഇത് നമ്മുടെ ആൾക്കാരാണ്. ഇവിടെ ഇരിക്കുന്നവർ പറയില്ല എന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. പക്ഷേ പലയിടത്തും ഇത് നമ്മുടെ ആൾക്കാരാണ്, ഇത് അവരുടെ ആൾക്കാരാണ് എന്ന് അറിയാതെ പോലും നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഫാഷിസ്റ്റ് ഫോഴ്സസിനെ ഫൈറ്റ് ചെയ്യുക? ജോലി സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ എൻ്റെ സേഫ്റ്റി നോക്കി നമ്മൾ മിണ്ടാതിരിക്കുന്നു. എൻ്റെ ജീവിതത്തെ ബാധിക്കാത്ത ഒന്നും ഞാൻ ചെയ്യില്ല, എൻ്റെ ജീവിതം സുരക്ഷിതമായിട്ട് വെച്ചിട്ട് ഞാൻ ഈ ഐഡിയോളജി പറയുന്നു. എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഫൈറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു വികാരം നമുക്ക് ഉണരുന്നുണ്ട്. ആ റിസ്ക് എടുത്ത്, ആ ധൈര്യത്തോടു കൂടി, ആ ഊർജ്ജസ്വലതയോടുകൂടി, ആ ആർജവത്തോടുകൂടി എൻ്റെ രാജ്യത്തെ വീണ്ടെടുക്കണം എന്ന് വിചാരിച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യണം. അതിന് രാഷ്ട്രീയം ഒരു കരിയറായാൽ പോരാ. കരിയറിനപ്പുറം വലിയൊരു കോസിന് വേണ്ടി മനുഷ്യർ ഒരുമിച്ച് നിൽക്കുന്ന ഒന്നായി രാഷ്ട്രീയം മാറണം. ഈ രാജ്യത്തോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഏറ്റവും പ്രധാനപ്പെട്ടതാവണം. അതിന് ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് സാധിക്കട്ടെ. ഒരുപാട് സമയമെടുത്തെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വീടുകളിലേക്ക്, സ്ത്രീകളിലേക്ക്, താഴെത്തട്ടിലുള്ള സ്ത്രീകളിലേക്ക്, എല്ലാ മനുഷ്യരിലേക്കും ഈ ചിന്ത പോകണം. പൊളിറ്റിക്സിനുപരി ഇതൊരു പൊളിറ്റിക്കൽ പാർട്ടികൾക്കുപരി ഇതൊരു പൊതു സമൂഹത്തിൻ്റെ ചിന്തയായിട്ട് മാറണം. ഒരു വലിയ മൂവ്മെൻ്റ് ഉണ്ടാകണം. അങ്ങനെ ഒരു മൂവ്മെൻറ്റിന് തുടക്കം കുറിക്കാൻ ഇപ്പം നമ്മളാലാവുന്ന വിധത്തിൽ നമുക്ക് പറ്റുന്നത് പോലെ പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കട്ടെ.
എന്ന് ആശംസിക്കുന്നു. എന്തൊക്കെ ഒരുപാട് പറയണമെന്നുണ്ട്, മനസ്സിൽ ഒരുപാട് ആശങ്കകളുണ്ട്, ആശയക്കുഴപ്പങ്ങളുണ്ട്, കൃത്യമായിട്ടൊരു വഴിയെക്കുറിച്ച് ധാരണയില്ല. എൻ്റെ രാജ്യം എന്ന് പറയുമ്പോൾ അത് വലിയൊരു വികാരമാണ്. അവിടുത്തെ സ്ത്രീകൾ മനുഷ്യത്വം ഇല്ലാത്ത രാഷ്ട്രീയം, സ്നേഹിക്കാൻ പറ്റാത്ത രാഷ്ട്രീയം, ആ രാഷ്ട്രീയത്തിന് ഒരു പ്രസക്തിയില്ല. മനുഷ്യനെ മനസ്സിലാക്കാത്ത, മനുഷ്യരെ തുല്യരായി കാണാത്ത, എല്ലാ ശബ്ദങ്ങൾക്കും പ്രാധാന്യം നൽകാത്ത, ആജ്ഞാപിക്കുന്ന, അനുസരിപ്പിക്കുന്ന, പേടിപ്പിക്കുന്ന, മനുഷ്യരെ മുട്ടുകുത്തിക്കുന്ന, ശരി എൻ്റേതാണെന്ന് പറയുന്ന, എല്ലാവരും ഒരുപോലെ ആകണമെന്ന് പറയുന്ന, ഒരുപോലെ ആയെങ്കിൽ മാത്രമേ ഒരുമിച്ച് നിൽക്കാൻ പറ്റൂ എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് ഈ രാജ്യത്ത്, ഈ സമൂഹത്ത്, പിന്നെ അനുസരിക്കുന്ന സ്ത്രീകളെ മാത്രം മതി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്, സ്ത്രീകൾക്ക് അഭിപ്രായം ഉണ്ടാകേണ്ട എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന്, ഞങ്ങൾ പറയുന്ന വഴിയിൽ കൂടെ മാത്രം നടന്നാൽ മതി എന്ന് പറയുന്ന രാഷ്ട്രീയത്തിന് പ്രസക്തി ഉണ്ടാവാൻ പാടില്ല. അത് തിരുത്താൻ നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം, നമ്മൾ നിൽക്കുന്ന എല്ലാ സ്പേസസിലും മാറ്റം ഉണ്ടാകണം. അത് തിരിച്ചറിഞ്ഞ് സ്ത്രീകൾക്ക് മുൻപോട്ട് വരാനും ഈ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് ഒരുപാട് പേർക്ക് പറ്റുന്ന വിധത്തിൽ നമുക്കത് ചെയ്യാൻ കഴിയും. ഇതൊരു വലിയ പോരാട്ടമാണ്. റിസ്ക് എടുക്കേണ്ട, ഭയമില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് ഉള്ളിൽ തീയും മനസ്സിൽ വേദനയും ആശങ്കയും ഒക്കെയായി നമ്മൾ ഓരോരുത്തരും മുൻപോട്ട് പോകേണ്ട ഒരു പോരാട്ടം. Yes, Shabnam, yes, I was just telling that this is a fight which we have to take up with audacity, with fearlessness, and it should go to deeper levels to the common people. And thank you for giving us an opportunity to realize that it is so important for us to practice that politics in ourselves and in our personal spaces and take it to a bigger level. Thank you.